മുസ്തഫ, തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെയാണ് ഇത്തരമൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ പല അഭിപ്രായങ്ങളുണ്ട്. രാജ്യത്ത് വലിയ പ്രതിഷേധം 2019 ഈ നീക്കം നടത്തിയപ്പോൾ ഉണ്ടായതാണ്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. ഇതൊക്കെയാണ് സാഹചര്യം എങ്കിൽ പോലും ഇത്തരമൊരു നീക്കവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരണമെങ്കിൽ അതിൽ പ്രത്യേക ചില ലക്ഷ്യങ്ങളുണ്ട് എന്നത് വ്യക്തമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെ മുഖ്യ വിഷയമാക്കി മുന്നോട്ട് പോകാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? അവർ കുഴിച്ച കുഴിയിൽ ചാടുക എന്നത് ബുദ്ധിയാണ്? ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും നരേന്ദ്രമോദിയും മുന്നോട്ട് വെക്കുന്നത് തീർത്തും വർഗീയ അജണ്ടയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, നമ്മൾ കണ്ടിട്ടുള്ള 2014 തൊട്ടുള്ള നേരത്തെയും അത് തന്നെയാണ്. പക്ഷെ കുറെ കൂടി അതിതീവ്രമായിട്ടുള്ള വർഗീയ അജണ്ടകളിലേക്ക് അവർ കടന്നുപോയി. ഈ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ എന്തെങ്കിലും മോഡിയുടെ പ്രസംഗങ്ങളിൽ വരുന്നുണ്ട്. ഇപ്പൊ ഈ 1-2 മാസമായി മോഡിയും അമിത്ഷായും എല്ലാം രാജ്യത്തുടനീളം പറന്നു നടക്കുകയാണല്ലോ. കേരളത്തിൽ തന്നെ 2-3 തവണ വന്നു കഴിഞ്ഞു, ഇനിയും വരും എന്നുള്ള തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ മാർച്ച് മാസത്തിൽ ഈ പ്രസംഗങ്ങളിൽ ഒന്നും വികസനത്തെ സംബന്ധിച്ച് 10 വർഷത്തെ ഭരണ നേട്ടങ്ങളെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. രാജ്യത്ത് മുഴുവൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്താ? വർഗീയതയാണ്. ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഈ പറഞ്ഞതുപോലെ ഏകീകൃത സിവിൽ കോഡ്, മുത്തലാഖ് നിയമം, പൗരത്വ ഭേദഗതി നിയമം, ബീഫ് ഇറച്ചിയുടെ പ്രശ്നം, ഹിജാബ് തട്ടം ധരിക്കുന്നതിന്റെ പ്രശ്നം, ഇങ്ങനെ സാധാരണ മനുഷ്യ ജീവിതത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത വിഷയങ്ങളാണ്. എന്നാൽ കടുത്ത വർഗീയ വിഭജനം ഉണ്ടാക്കുക എന്നുള്ള ഏക ലക്ഷ്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അവരുടെ കുഴിയിൽ ചെന്ന് ചാടുന്നതല്ല. ഇവിടെ ബി.ജെ.പി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതാണ്. അപ്പൊ ബി.ജെ.പി 10 വർഷം ഭരിച്ചിട്ട് പോലും വികസനത്തെ സംബന്ധിച്ച്, അവരുടെ ഭരണ നേട്ടങ്ങളെ സംബന്ധിച്ചൊന്നും പറയാതെ ഈ വർഗീയ വിഷയങ്ങളുമായിട്ട് നീങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണല്ലോ ജനാധിപത്യവാദികളുടെ, മതനിരപേക്ഷവാദികളുടെ ഉത്തരവാദിത്വം. അത് തുറന്നു കാണിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ പൗരത്വ ഭേദഗതി നിയമം പോലും അങ്ങനെയുള്ള ഒന്നാണ്. രാജ്യസ്നേഹത്തെക്കുറിച്ചും ദേശാഭിമാനത്തെക്കുറിച്ചുമെല്ലാം നാടിയേക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബി.ജെ.പി നമ്മുടെ നിലനിൽക്കുന്ന ഭരണഘടന, അതിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ, ആ ഭരണഘടനയുടെ തത്വങ്ങൾ, ഇതിനെയെല്ലാം ലംഘിച്ചുകൊണ്ട് ഇന്ത്യയുടെ നാളിതുവരെയുള്ള പാരമ്പര്യത്തിൽ കളങ്കം ചേർത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഇനി ഒരാൾ പൗരനാകണമെങ്കിൽ മതം പ്രധാനപ്പെട്ട ഘടകമാക്കി മാറ്റി തീർക്കുന്ന അജണ്ട എടുക്കുകയാണ്. അത് തുറന്നു കാണിക്കണ്ടേ? അത് ബി.ജെ.പിയുടെ അജണ്ടയിൽ, അല്ലെങ്കിൽ ബി.ജെ.പി കുഴിച്ച കുഴിയിൽ ചെന്ന് മറ്റാരെങ്കിലും വീഴലില്ല. ബി.ജെ.പിയുടെ ഈ കൊള്ളത്തരം 10 വർഷം രാജ്യം ഭരിച്ചിട്ട് നാട്ടിലെ ദാരിദ്ര്യം മാറ്റാൻ, നാട്ടിലെ പട്ടിണി മാറ്റാൻ, തൊഴിലില്ലായ്മ കുറക്കാൻ, വിലക്കയറ്റം നിയന്ത്രിക്കാൻ, നാട്ടിന്റെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ, വിദ്യാഭ്യാസ മേഖലയിൽ നവീകരണം ഉണ്ടാക്കാൻ, പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ, പൊതുവിതരണ സമ്പ്രദായം മെച്ചപ്പെടുത്താൻ, പൊതുമേഖലയെ സംരക്ഷിക്കാൻ, ഇതിനൊന്നും കഴിയാത്ത ഒരു ഭരണം സ്വാഭാവികമായിട്ടും അവരുടെ 4 വോട്ടിന് വേണ്ടി, അധികാര തുടർച്ചയ്ക്ക് വേണ്ടി വീണ്ടും വർഗീയ കാർഡ് ഇറക്കുകയാണ്. തീർച്ചയായും ശ്രീ വി.പി. മുസ്തഫ, വർഗീയ കാർഡ് ഇറക്കുന്നു എന്നത് നിങ്ങൾക്ക് വ്യക്തമാണ്. എന്താണ് ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് എന്നത് വ്യക്തമാണ്. നമുക്കറിയാം, ഇന്ന് അസമിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറുന്നു. രാജ്യത്തിന്റെ പല ഭാഗത്തും ആ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറുന്നു. സർവകലാശാലകളിൽ ഉള്ളിൽ കടന്ന് സേനകൾ അവരുടെ അധികാരം പ്രയോഗിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ രാജ്യത്ത് വലിയ രീതിയിലുള്ള അക്രമ പരമ്പരയ്ക്ക് തുടക്കമിടുന്ന ഒരു നീക്കം കൂടിയാണ് ഇത്. അപ്പോൾ അതിനെ അതേ രീതിയിൽ നേരിടുക എന്നത് അവർ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ രാജ്യത്തുണ്ടാക്കുമല്ലോ. അപ്പോൾ കുറച്ചുകൂടി ബുദ്ധിപൂർവമായ നീക്കം ഈ വിഷയത്തിൽ ഉണ്ടാകുമോ, സമീപനം ഉണ്ടാകുമോ എന്നതാണ് ഞാൻ തേടിയത്. അല്ല, ഇതില് ബുദ്ധിയുടെ പ്രശ്നത്തിന്റെ പ്രശ്നമേ ഇല്ല. താങ്കൾ എന്താണ് ഇതിന്റെ ബുദ്ധിപൂർവം എന്ന് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മൾ കാണേണ്ടത് അവര് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ നയങ്ങളെ അതിന്റെ ശരിയായ അർത്ഥത്തിൽ തുറന്ന ഇതിന്റെ പ്രശ്നം എന്താ? ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നമല്ലല്ലോ, ഇത് രാജ്യത്തിന്റെ ഭാവിയുടെ പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ ഭാവിയുടെ പ്രശ്നമല്ല. ആർക്ക് 4 സീറ്റും അധികാരവും കിട്ടുമെന്നുള്ളതിന്റെ പ്രശ്നമല്ല. നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ന്യൂസ് 18 ചാനലിന്റെ ഒരു ഫ്ലോറിൽ വന്നിരുന്ന് ഇങ്ങനെ സംവദിക്കാനും തർക്കിക്കാനും അഭിപ്രായങ്ങളും വിയോജിപ്പുകളും എല്ലാം രേഖപ്പെടുത്താനും കഴിയുന്ന ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം, ഈ അഭിപ്രായ സ്വാതന്ത്ര്യം
അതിനെല്ലാം അടിസ്ഥാനമായിട്ടുള്ള ഈ ഭരണഘടനയും ഈ മതനിരപേക്ഷ ഘടനയും അങ്ങനെ ഒരു മതനിരപേക്ഷ സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായിട്ട് ഈ രാജ്യം നിലനിൽക്കുമോ? ആ രാജ്യത്തിന്റെ ഭാവിയുടെ പ്രശ്നമാ. അതല്ലേ ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ടയാകേണ്ടത്. ഈ BJP ഇനിയും അധികാരത്തിൽ തുടരുകയാണെങ്കിൽ നമ്മുടെ രാജ്യം തന്നെ ഇല്ലാതാകാൻ പോകും. ഇനിയൊരു തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാവില്ല. ന്യൂസ് 18 ചാനലുകളിൽ ഇതുപോലുള്ള തുറന്ന അഭിപ്രായ സംഘർഷങ്ങൾക്ക് സംവാദങ്ങൾക്ക് അവസരമുണ്ടാകില്ല. അതല്ലേ തുറന്നു കാണിക്കുന്നത്. ഇത് BJPയുടെ കുഴിയിൽ വീഴുകയല്ല. BJP യഥാർത്ഥത്തിൽ അവരാഗ്രഹിച്ച വർഗീയ കാർഡ് തുറന്നു കാട്ടപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. നേരത്തെ ഇതെല്ലാം ഒരു മറ പിടിച്ചിട്ട് ദേശസ്നേഹത്തിന്റെയോ രാജ്യസ്നേഹത്തിന്റെയോ ഒക്കെ മറ പിടിച്ചിട്ട് ചെയ്യുകയാണ് BJP ചെയ്തു വന്നിരുന്നത്. എന്നാൽ അങ്ങനെ ഉള്ള രാജ്യസ്നേഹത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും എല്ലാം പേര് പറയുന്ന മറ ശുദ്ധ അസംബന്ധമാണ്. ഇത് BJPയുടെ തനി വർഗീയ കാർഡാണ്. നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ പൈതൃകത്തെ, അതിന്റെ പാരമ്പര്യത്തെ, അതിന്റെ സാംസ്കാരികമായ ധാരകളെ ഇല്ലാതാക്കലാണ്. ഇന്ത്യയിൽ ഇന്നേ വരെ പൗരത്വത്തിന് വേണ്ടി മതം ഒരു ഘടകമായിരുന്നില്ല. ഇന്ത്യക്കാരനാണോ എന്നുള്ളതാണ് ഘടകം. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ റോണി കെ ബേബി, ഇവിടെ ഭരണഘടന സംരക്ഷിക്കുക,